ശ്രീ രമേശ് ചെന്നിത്തല. സർ, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം 3 തവണ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു. 7500 കോടി രൂപയാണ് കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ വൈദ്യുതി ചാർജായി അടിച്ചേൽപ്പിച്ചത്. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് ഇവിടെ എല്ലാം ഭദ്രമാണ്, മന്ത്രി അഭിനന്ദിച്ചു എന്ന് പറയുന്നവർ 4 രൂപ 29 പൈസയ്ക്ക് പെർ യൂണിറ്റ് കിട്ടിക്കൊണ്ടിരുന്ന UDF ഗവൺമെൻറ് കാലത്തെ ദീർഘകാല കരാർ റദ്ദാക്കി 10 രൂപയ്ക്കും 14 രൂപയ്ക്കും പെർ യൂണിറ്റിന് വൈദ്യുതി വാങ്ങി കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ ഇരുട്ടടിയാണ് നൽകിയത്. സാർ, ഇവിടെ ആ ദീർഘകാല കരാർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റദ്ദ് ചെയ്തത്? ഈ അദാനി, ജിൻഡൽ തുടങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ കുത്തക വൈദ്യുതി ഉൽപ്പാദന കമ്പനികൾക്ക് കേരളത്തെ കൊള്ളയടിക്കാനുള്ള അവസരം ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ദീർഘകാല കരാർ റദ്ദാക്കി നൽകിയതെന്ന് അങ്ങയിലൂടെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ഈ ഗവൺമെൻറ് വന്ന ശേഷവും അതിനെ UDFൻ്റെ കാലത്തും അതിനേക്കാളും ചാർജ് വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞില്ല. ഇപ്പോൾ 10 പൈസ പകൽ സമയത്ത് കമ്മിയാക്കിയത് അദ്ദേഹം പറഞ്ഞില്ല. 10 പൈസ പകൽ സമയത്ത് കമ്മിയാക്കി അത് പറഞ്ഞില്ല. ഇപ്പോൾ കരാർ റദ്ദാക്കിയത് റെഗുലേറ്ററി കമ്മീഷനാണല്ലോ, ഗവൺമെൻറ് അല്ല. അതിനെതിരായ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ സുപ്രീം കോടതി അപ്പീലിൻ്റെ കയ്യിലാണ്. സർ, ഈ ദീർഘകാല കരാറ് യഥാർത്ഥത്തിൽ ആ ഘട്ടത്തിൽ തന്നെ റെഗുലേറ്ററി കമ്മീഷൻ്റെ അനുമതി ഉണ്ടായിരുന്നില്ല. റെഗുലേറ്ററി കമ്മീഷൻ്റെ അനുമതി ഇല്ലാതെ നടപ്പാക്കിയത് സാധാരണഗതിയിൽ അങ്ങനെ നടപ്പാക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഞങ്ങൾ അധികാരത്തിൽ 2016 വന്നപ്പോൾ ഈ പ്രശ്നം ഗൗരവമായി തന്നെ ക്യാബിനറ്റ് ചർച്ച ചെയ്യുകയുണ്ടായി. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ആ വൈദ്യുതി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുതി ഇല്ലാതാകുന്നത് നമുക്ക് പ്രയാസം സൃഷ്ടിക്കുമെന്നുള്ളതുകൊണ്ട് അത് തുടരട്ടെ എന്ന നിലപാടാണ് ഗവൺമെൻറ് എടുത്തത്. അത് വൈദ്യുതി ഇല്ലാതായാലുള്ള പ്രയാസം ആലോചിച്ചുകൊണ്ടാണ്. അത് തുറന്നു വരുമ്പോഴാണ് റെഗുലേറ്ററി കമ്മീഷൻ ഈ പറയുന്ന കരാർ റദ്ദാക്കുന്ന നടപടിയെടുത്തത്. അതിനെതിരെ ഗവൺമെൻറ് ആകാവുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് വസ്തുത. ഡോക്ടർ ജയരാജ്